ഹലോ ഹലോ നമ്മളിന്ന് പുതിയൊരു മൈക്കൊക്കെ കേൾക്കാൻ പറ്റുമോന്ന് അറിഞ്ഞൂടാ. അപ്പം നമ്മൾ മൈക്കൊക്കെ റെന്റിനെടുത്തു. എനിക്ക് പനിയാണ് ഗൈസ്, എനിക്ക് പനിയാണ്. കള്ളപ്പനി ഞാൻ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നതിൻ്റെ ഒരു ക്ഷീണമാണ്. അതുകൊണ്ട് എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും പോരായ്മ ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ദയവ് ചെയ്ത് SMS പറയല്ലോ. അതുപോലെ തന്നെ എല്ലാ പ്രാവശ്യവും ഹലോ ഗൈസ് എന്ന് പറയണ്ട. ഒരു കുറെ നേരം കഴിഞ്ഞിട്ടൊക്കെ ഹലോ ഗൈസ് എന്നൊക്കെ പറയുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ കൂടുതൽ ഗൈസ് വെക്കണ്ട. അത് അവരും അതിനകത്തൊരു അഭിപ്രായമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളെ ഇന്നത്തെ ചലഞ്ച് എന്ന് പറയുന്നത് ഗസ്റ്റ് ദ സോങ് ചലഞ്ച് ആണ്. ഒരു ഇമേജ് നമ്മൾ TV-യിൽ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് സ്ക്രീനിൽ വരും. അത് നമ്മൾ ഗസ് ചെയ്യും. ഞങ്ങൾ രണ്ടുപേരും ഒരു ടീം, ഞങ്ങള് രണ്ടുപേരും ഒറ്റ ടീം. ഞങ്ങളെ ജയിക്കും. ജയിക്കും. റെഡി? ഇതെന്ത് സാധനം? റെഡി 1 2 3 സ്റ്റാർട്ട്. ഇതില് 10 സെക്കൻഡ് ആണ് ടൈം. 10 സെക്കൻഡിനുള്ളിൽ ആ പാട്ട് ഏതാന്ന് കണ്ടുപിടിച്ച് എന്നോട്ടെന്ന് പറയണ്ടേ? എന്നോട് നീ ഇരുന്നാൽ അതാണോ? തമിഴ് സോങ് ആയിരുന്നു. ഞങ്ങൾ മലയാളത്തിലല്ലേ വിളിച്ചത്? അതെ, ഞങ്ങള് മലയാളം ആലോചിച്ചിട്ടില്ല. ഊഞ്ഞാലാടിവാ കാറ്റേ പാടിവാ കാറ്റേ ആടിവാ കാറ്റേ പാടിവാ കാറ്റേ. അടുത്തത് അതാണോ നോക്കട്ടെ. ഇത് പറഞ്ഞില്ലെങ്കിൽ പച്ചക്ക കത്തി അമ്മുമ്മ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ പറഞ്ഞു ആലോചിക്ക. അച്ഛൻ പാടി വന്നതിന് പാട് പച്ചക്കായും കത്തിയും പച്ചപ്പാലം പുന്നാരപ്പൂമുത്ത് അല്ല പച്ചക്കറിക്കൾ തട്ടിൽ ഒരു മുത്തശ്ശി പൊട്ടൊക്കെ ചൊല്ലി. പച്ചക്കറിക്കായ തട്ടിൽ ഒരു മുത്തശ്ശി. ഒരു പോയിന്റ്, നമുക്ക് 2 പോയിന്റ്. സഹായിക്കണ്ടോ? സുന്ദരി നീവാ അവിടെ സൗന്ദര്യം നോക്കാതെ എന്തെങ്കിലും ആലോചിക്കാൻ നോക്കാം. നമുക്ക് പോട്ടല്ലേ? അപ്പൊ നമ്മൾ രണ്ടുപേരും തൊട്ട് ഏതാ നോക്കാം. മല തേരിറങ്ങുകിലേ മല മലത്തി മലർത്തി മലർത്തിരി മലർത്തി മലർത്തിരി പോലെ മഞ്ഞൾക്കൊടി പോലെ. അത് മലർക്കൊടിയ. മല 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 മല. നിങ്ങൾ തോറ്റോ? മലത്തി മലത്തിലല്ല, അത് പർവ്വതം, തിരി, ഡാം, അണക്കെട്ട്.
അണക്കെട്ട് മല മെഴുകു മല 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 എന്തോ അറിയോ? തീട്ടം മല മല മലകൾ തിരി 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 മല തിരി മല പോലെ മല പോലെ അതാ ഞാൻ പറഞ്ഞത്. മല മല മാമലകളും പിന്നെ അയ്യപ്പന്റെ സോങ് പാട്. അവിടെ ഒരു സ്റ്റോപ്പ് കാണിക്കുന്നുണ്ട് ഒരുപാട്. അതാണ് പ്രശ്നം. നിർത്ത് അറിയത്തില്ല. അറിയില്ല. നമ്മൾ കിറ്റ് ചെയ്തു. നമ്മളെ 2 മാർക്ക് കിട്ടിയത്. നമുക്കൊന്നുണ്ട് എന്ത് നോക്കാം. തിരി വെച്ച് ചിരി തൂക്കും പെണ്ണല്ലേ. അപ്പൊ പോലീസ് കളയിട്ട് പെരിയാറും കളയിട്ടു. ഇതൊക്കെ അങ്ങനെ മനസ്സിലായി. പൊട്ട ബുദ്ധി വെച്ച് ഇച്ചിരി അതുകൊണ്ട് ചെറിയ വെക്ക്. അല്ല, ഇച്ചിരി അത് അല്ല, പാടാ. ഞാൻ മല മല എന്നൊക്കെ അവരെ പറഞ്ഞായിരുന്നു. അപ്പൊ വെക്ക് വെക്ക്. അതല്ലെന്ന് തോന്നുന്നു. പൊന്മേഘ പൊന്മേഘ കണ്ണെന്ത് പൊങ്കലിന്റെ അതല്ല. ഞാനല്ല പറഞ്ഞേ. പറയുന്ന കുഴപ്പമില്ല. കുഴപ്പമില്ല. പൊന്മേഘം പൊന്മേഘം സ്വർണം പൊന്മേഘ പൊന്മേഘ സ്വപ്നം കണ്ണാടി നോക്കി സ്വർണം പിന്നെ ഇതെങ്ങനെ ചെയ്യാൻ പൊന്മേഘ തിങ്കൾ അതൊന്നും അല്ല. പൊന്മീൻ അത് കഴിഞ്ഞു തെറ്റി എനിക്കറിയത്തില്ല. ഞാൻ നോക്കട്ടെ. ഒന്ന് അന്ന് നോക്കിട്ട് എന്തെങ്കിലും പറ. ഇത്ര നേരം കുറെ നേരം ഞാൻ തന്നെയാ നോക്കി പറയുന്നത്. നീ എന്താ ഇത് ഭയങ്കര പാട് നീ ഇവളെ കണ്ടടിച്ച് ഇവരെല്ലാരും പറഞ്ഞ ഞാൻ അതിനകത്ത് കണ്ടിട്ടാ വെച്ചത്. ഞാൻ അങ്ങനെ കള്ളത്തരം ചെയ്യത്തില്ല. സ്വർണ്ണമുഖിലെ സ്വർണ്ണമുഖിലേ, സ്വർണ്ണമുഖിലേ, സ്വപ്നം കാണാറുണ്ടോ? അതാ. ഞാൻ നിന്നോട് പറഞ്ഞല്ലേ സ്വർണ്ണമുഖിലെ. കിട്ടിയോ മഞ്ഞൾ അത് മഞ്ഞൾ അങ്ങനെ വാങ്ങേ കാറ്റ്. ചന്ദന കാറ്റ് ആ. തണുപ്പ് വായു. ചന്ദനക്കാറ്റേ ഉള്ളില്. ഊതി വാ. ഞാൻ ഇപ്പൊ പറഞ്ഞത് പറ. ചന്ദനക്കാറ്റേ ഊതി വാ. ചന്ദനക്കാറ്റിൽ അച്ഛനല്ലേ ചന്ദനക്കാറ്റേ ചന്ദനക്കാറ്റേ ഊതി വാ. അത് തണുപ്പാടിയത് തണുപ്പത്ത് വാ. എത്ര ഒരു മണക്കുന്നല്ലോ കാറ്റേ നീ വരുമ്പോൾ അതാണോ? കസ്തൂരിയാണോ അത്? ഏതാ? കസ്തൂരി. കസ്തൂരി മണക്കും ഏത് പാടി? ഇത് വേറെയാണല്ലോ പാടിയത്. അല്ല മടക്കുന്ന എന്ത് മടക്കുന്ന കാണിയത്. ഉണ്ട്. എനിക്കറിയത്തില്ല. ഇത് ഭയങ്കര പാടാ ഞാനാണ് ഗൈസ് കണ്ടുപിടിച്ചത്. എന്ത് ചെയ്യാൻ വായി തോന്നിരിക്കുന്നു ഇവിടെ ഒരു രക്ഷയില്ല. ഞാൻ തോറ്റെ ശരിക്കും തോറ്റ്. ഒരുപാട് പേടിയായിരുന്നു. ചന്ദനക്കാറ്റേ കുളിർ കൊണ്ടുവാ. ഇത് പാട്ട് എനിക്ക് ഞങ്ങൾക്കറിയാം. അച്ഛൻ പാടിയായിരുന്നു. അച്ഛനും അത് പാടിയെന്നുള്ളൂ. ഞാൻ പാടി. അടുത്തത് ഒരു പൂ ചോദിച്ചു ഒരു പൂക്കാലം നീ നിന്നു. ഒരു പൂ മാത്രം ചോദിച്ചു ഒരു പൂക്കാലം നീ തന്നു. അത് പാടി. പാടി. അതാണോ ആർക്കറിയാം? ചോദിച്ചു ഒരു പൂക്കാലം നീ തന്നു. അതാണോ നോക്ക്. അവർക്ക് ഒരു 2. പൂ മാത്രം ചോദിച്ചു ഒരു പൂക്കാലം. അന്നത്തെ എനിക്ക് കിട്ടി. ആയിരം ഞാൻ പാടിപ്പോയി. ആലുവ പുഴ പിന്നെയും ഒഴുകി. ആവട്ടെ. 2. ആണോ? ഇത് രണ്ട് അത് പിന്നില്ല 1000 പാസം. ആയിരം
കണ്ടാ ഞാനാ പാടിയത്. പിന്നെ ഏതാ? അച്ചാച്ചനാ പിന്നെ അവർക്ക് രണ്ട് ഐക്യമില്ല. പൂമുഖമാലികൾ സ്നേഹം വിടർത്തുന്ന പൂതികളാടുന്നു ഭാര്യ. അപ്പൊ അവർക്ക് മൂന്ന് നമുക്ക് മൂന്ന് കയ്യായി. അത് ഞാനാ പാടിയത്. എന്താ അതാണ് ഞാൻ സമ്മതിച്ചു. പക്ഷെ അതിന് രണ്ടു പാട്ടും ഞാൻ പാടിയത്. പത്ത് പൂവൻ കോഴി, പത്ത് കോഴി, അല്ലല്ല. പത്ത് കോഴി, പത്ത് പുലരെ, പത്ത് പുലരെ, പത്ത് ദശകോഴി പത്ത് കോഴി ദശോ? എന്തുവാ ദശോ? കോഴി കമ്മലിട്ട് മുന്നക്കണക്ക് മുല്ലപ്പൂ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഇത്. പത്ത് പൂവൻ പൂവനോ? പൂവൻ അത് പത്ത് കോഴി പത്തു വെളുപ്പിനെ. അതല്ല. എനിക്ക് അത് വന്നു. ബാക്കി എന്ത്? കോഴി എവിടെ? ആ വെളുപ്പിനെ പുലരി കമ്മലും മുല്ലപ്പൂവിട്ട് ഞാനും അതിങ്ങനെ അപ്പൊ അതിന് മാർക്ക് കൊടുക്കത്തില്ല. അറിയില്ല, അറിയില്ല. അറിയില്ല. മുറ്റത്ത് ഞങ്ങളെ കിട്ടിയത്. ഞങ്ങൾ കിട്ടിയത് ഞങ്ങൾ നോക്കുമല്ലേ. അതന്നെയാ അതന്നെയാ. ആണോ? പിന്നെ അപ്പൊ അതാണെങ്കിൽ ഞങ്ങൾക്ക് പോയിട്ടുണ്ട്. പിന്നെ അതല്ല ഫുള്ള് പറയണം. പത്ത് വെളുപ്പിനെ പൂങ്കോഴി. പത്ത് വെളുപ്പിനെ എന്നുള്ളതിന് പത്ത് വെളുപ്പിനെ കമ്പലും ഉണ്ട്, അതുകൊണ്ട് അത് ഫുള്ള് വേണോ? ഇല്ല ഇല്ല കൊടുക്കില്ല. ഞാൻ പറഞ്ഞ പത്ത് വെളുപ്പിനെ ബാക്കിയുടെ പറയണ അത് ഞാൻ പറഞ്ഞ മുന്നത്തേക്കുന്നത് കളിയുടെ ഫേവറേറ്റ്. മുറ്റത്ത് അതുവരെ ഞാൻ പറഞ്ഞതാ. പക്ഷെ ബാക്കി എനിക്ക് കിട്ടിയില്ല. അത്രയും പറഞ്ഞല്ലേ. പോയിന്റ് അത് മാഞ്ഞത്. തരത്തില്ല. പകുതി പോയിന്റ് തരാൻ വേണമെങ്കിൽ കപ്പിച്ചൊന്നും വേണ്ട. അതിനെ പോലെ നമ്മൾ അത്രയും പറഞ്ഞില്ലല്ലോ. അച്ചാച്ചൻ അതല്ലേ, പക്ഷെ കുഴപ്പമില്ല. എന്നാ കൊടുക്കട്ടെ 4. അല്ലല്ല നമ്മള് പറഞ്ഞു നമുക്ക് പോയിന്റ്. നമ്മൾ 4 പോയിന്റ്. 4 3 നമ്മളോടെ കൂട്ടാ. നീയാണെന്നും പറയാത്തത്. എനിക്കറിയില്ല. മിഴി നീർ തുള്ളികൾ ഇതെന്തോ ഇത് തന്നെ ഗെയിം. നീല ഉറുമ്പ്, നീലക്കട്ടുറുമ്പ്, കണ്ടുറുമ്പാണോ? അല്ല മറ്റേതാ അതെന്താ അതിന് പേര്? ആ മൗനം ഒഴുകി. മഞ്ഞിൽ വിരിഞ്ഞ പൂവേ പറയൂ ഇളം പൂവേ മിഴിയോരം മിഴിനീർ തുള്ളികൾ മിഴിനീർ കണ്ണീർ മഴയത്ത് ഞാനൊരു പൂവിന്റെ ആളെവിടെ പേപ്പറോടെ മന്ദബുദ്ധികളെ പോലെ മിണ്ടായിരിക്കുന്നത്. നമ്മള് അവരിങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നമുക്ക് ടൈം കിട്ടില്ല. അതെ. അങ്ങനെ ആയില്ല. മുത്തച്ചിപ്പി പോലൊരു കത്തിനുള്ളിൽ ചിപ്പി ചിപ്പി മറ്റെന്താണ് ചിപ്പിപ്പൊലി മുത്തുമലർ പോലെ മലർ കൊണ്ട്
മുത്ത് മുത്ത് മലർ പൊരി മുത്തുപൊരി മുത്തുപൊരി കീർത്തന ചക്കര പവിഴമലർ പെൺകിളി. ഇത് പറഞ്ഞ ഇവിടെ സത്യമായിട്ട് പറഞ്ഞു പവിഴമലർ പെണ്ണൊരു പാടി ഞാൻ കുഞ്ഞിനോട് പറഞ്ഞു പവിഴമെന്ന് പറഞ്ഞു പവിഴമലർ ഞങ്ങൾക്ക് പോണം ഞാൻ കറ്റുണ്ട് മുമ്പേ ആറായി എന്തോ ഇത് ഞാൻ ഇതിനകത്ത് ഉത്തരം അറിയാമോന്നാണ് ഞങ്ങളാണ് കഴിച്ചത് അപ്പൊ ആരാ ജയിച്ചെന്നുള്ളത് ഇതൊക്കെ വല്ലാത്ത ഗെയിമായി പോയി. ആരാ കുഴപ്പമില്ലായിരുന്നു. ആ നിങ്ങൾക്ക് ചിരിക്കാനുണ്ടെങ്കിൽ അല്ലേ അത് നമുക്ക് സന്തോഷം. ഇതുപോലുള്ള ഗെയിം വല്ലതുണ്ടെങ്കിൽ പറഞ്ഞാൽ ഇവര് അപ്പം ഇതെങ്ങനെ ഇന്നത്തെ മാറായിരുന്നു? ഇത് ജയിച്ചവരാരാന്ന് വെച്ച് കഴിഞ്ഞാൽ പറയുന്നത് അത് നമുക്ക് മറ്റേ ഇത് മാത്രം കൊടുത്താൽ പോരെ, മാർക്കൊന്നും വേണ്ടി കൊടുക്കണ്ടല്ലോ. മാർക്ക് മണ്ടയ്ക്ക് കൊടുക്കാം. വേണ്ട വേണ്ട അവർ മാർക്ക് അവര് തന്നെ പറഞ്ഞു കഴിഞ്ഞ തവണ ചലഞ്ചില് അവര് അതെ. തന്നെ അതെ. നിങ്ങൾക്ക് എന്തെങ്കിലും പണിയുണ്ട് എന്റർടൈൻമെന്റ് അതെ. ചെയ്യുമ്പോൾ മഴ മാറി. അപ്പൊ പോവാ. Bye. അപ്പൊ ഓക്കെ ഗൈസ്, ഓക്കെ ഞാനിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു. ഒന്നുകൂടെ ബൈ. ബൈ.